മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ അടയാളമാണ്. ഭക്തരെ, ഒന്ന് ചിരിച്ചാൽ തീരുന്ന പിണക്കങ്ങളും ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളും ഒരു വാക്കിൽ ഒഴിവാകുന്ന സങ്കടങ്ങളും ഒരു മനുഷ്യനുണ്ടാവാം. എന്നാൽ ഇതൊന്നും തിരിച്ചറിയാതെ പോകുന്നു. വാശി കൊണ്ട് ആരും എവിടെയും വിജയിക്കുന്നില്ല. അത് ഓരോ മനസ്സിനെയും വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശത്രുവിൻ്റെ ആയുധത്തേക്കാൾ മൂർച്ചയുണ്ടാകും പ്രിയപ്പെട്ടവരുടെ ചില വാക്കുകൾക്ക്. ഭക്തരെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നിങ്ങൾ മാറ്റിവെക്കുന്ന നിങ്ങളുടെ ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളായിരിക്കും. കലഹത്തെ മറികടക്കാൻ നിശബ്ദതയേക്കാൾ വലിയ ആയുധമില്ല. ഭക്തരെ, സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട്. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നിങ്ങളുടെ ഭയമാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഭക്തരെ, മറ്റുള്ളവരുടെ തെറ്റുകളും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. നിങ്ങൾക്ക് വഴിതെറ്റിയെന്ന് കുറ്റപ്പെടുത്തുന്നവർ ആരും നേർവഴി കാണിക്കാൻ കൂടെ ഉണ്ടായിരുന്നവരല്ല എന്ന് ഓർക്കുക. നല്ല വഴി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ നന്നായി വിശ്വസിച്ചവർക്ക് നിങ്ങളെ നന്നായി പറ്റിക്കാനും സാധിക്കും. നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത മനുഷ്യരെ എത്രത്തോളം സ്നേഹം നൽകി ചേർത്ത് നിർത്താൻ ശ്രമിച്ചാലും വിജയിക്കില്ല. അവർ നിങ്ങളെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടും കരുണയില്ലാത്ത പ്രവർത്തികൾ കൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഭക്തരെ, അമിതമായി ചിന്തിക്കുന്നത് മോശപ്പെട്ട സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളെ ഇത് സൃഷ്ടിക്കുന്നു. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.